രാജസ്ഥാൻ റോയൽസിനോട് സഞ്ജു സാംസൺ ബൈ പറഞ്ഞിട്ട് ആഴ്ചകളായി. എന്നാൽ അതിന് പിന്നാലെ ഉയർന്നു കേട്ടൊരു പ്രധാന ചോദ്യമുണ്ടായിരുന്നു: ആരാകും രാജസ്ഥാൻ്റെ അടുത്ത ക്യാപ്റ്റൻ? ട്രേഡിലൂടെ CSKയിൽ നിന്നും വന്ന രവീന്ദ്ര ജഡേജ, പോയ സീസണിൽ ടീമിനെ നയിച്ച റയാൻ പരാഗ്, ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, അങ്ങനെ നിരവധി പേരുകളാണ് സാധ്യതാ പട്ടികയിലുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ചൂടുപിടിക്കുന്നതിനിടെ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് RR താരം റയാൻ പരാഗ്. ഇപ്പോൾ രാജസ്ഥാനിൽ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. മിനി ലേലത്തിന് ശേഷമാകും തീരുമാനമെടുക്കുക എന്നാണ് ടീം ഉടമസ്ഥൻ മനോജ് വദാലെ വ്യക്തമാക്കിയത്. ടീം മാനേജ്മെൻറ്റിന് എന്നെ ശരിയായ ആളായി തോന്നുന്നുണ്ടെങ്കിൽ ആ ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്, പ്രമുഖ സ്പോർട്സ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ റയാൻ പരാഗ് പറഞ്ഞു. IPL-ൽ ക്യാപ്റ്റൻസി എന്നത് എളുപ്പമുള്ള ജോലിയല്ലെന്നും 24-കാരൻ പറഞ്ഞു. ഇതൊരു ഈസി ടാസ്ക് ആണെന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ക്യാപ്റ്റൻസിയിൽ പ്രശസ്തിയുടെ ഒരു ഘടകം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത് ക്രിക്കറ്റിൻ്റെ സാധ്യതയെ കുറക്കും. എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കണം, സ്പോൺസർ ഷൂട്ടുകളിലും പ്രസ് മീറ്റിലും പങ്കെടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പരാഗ് പറഞ്ഞു. സഞ്ജു സാംസൺ ടീം വിട്ടതിന് പിന്നാലെ ക്യാപ്റ്റൻസി സംബന്ധിച്ച് ആദ്യമായാണ് താരം പരസ്യമായി പ്രതികരിക്കുന്നത്. നിലവിൽ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അസമിനെ നയിക്കുന്ന പരാഗ് മികച്ച പ്രകടനമാണ് നടത്തിവരുന്നത്. ടൂർണമെൻറ്റിൽ ബാറ്റിംഗിൽ തിളങ്ങുന്ന താരത്തെ ഇന്ത്യയുടെ T20 ടീമിലേക്ക് പരിഗണിക്കുന്നതായും വാർത്തകളുണ്ട്. ഇതിനിടെയാണ് രാജസ്ഥാൻ റോയൽസ് നായകനാകാനും തയ്യാറാണെന്ന് പരസ്യമായി പറഞ്ഞ് പരാഗ് രംഗത്തെത്തിയത്.